ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്ക് പോവുകയാണ്. കുറുവയാണ് നമ്മൾ കറി വെക്കുകയല്ല, ഒരു പുതിയ റെസിപ്പിയാണ്. നമ്മൾ കുറുവയാണ് എടുത്തിരിക്കുന്നത്. ഈ കുറുവ നമ്മൾ കറി വെക്കുകയോ വറക്കുകയോ മപ്പാസ് വെക്കുകയോ ഒക്കെ ചെയ്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല. ഇതിപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ലോലാമ്മ ഇത് കുറുവ വെട്ടി വൃത്തിയാക്കി കൊണ്ടുവരിക. കൊണ്ടുവന്ന് കഴിയുമ്പോൾ വഴിയേ നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ. മീൻ എല്ലാം റെഡിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. ലാലാമ്മ 4 കുറുവായി നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വരഞ്ഞ് നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. വറക്കാനാണ് അത്. നമുക്കതിൻ്റെ മസാല ശരിയാക്കാം. ആദ്യം നമ്മൾ മുളക് പൊടിയും അതെ മഞ്ഞപ്പൊടി, ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഇത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്യട്ടെ. ഇച്ചിരി വെള്ളം. മസാല ശരിയായിട്ടുണ്ട്. ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കുറുവ ഇടുകയാണ്. നമ്മൾ മീനെ മസാല എല്ലാം വരട്ടി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് പുറത്ത് വെച്ച് ഇത് വറക്കാനൊക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് അകത്ത് കൊണ്ടുവന്ന് നമുക്ക് വറക്കാം. അടുപ്പ് കത്തിക്കട്ടെ. പാൻ നമുക്ക് വെക്കാം. പാനൊന്ന് ചൂടായിക്കോട്ടെ. ഇവിടെ പാൻ ചൂടായിട്ടുണ്ട്. അല്പം എണ്ണ ഇരിക്കുക. 2 കരിവേപ്പിലയുടെ തണ്ട് വെക്കണം. മീൻ ഓരോന്ന് നമ്മൾ എടുപ്പം കൂടി വെക്കുകയാണ്. ഇത് മുഴുവൻ നമ്മൾ ഫ്രൈ ആക്കുന്നില്ല. ഒരു 1/4 ഭാഗം വരെ ഇത് വേവിക്കുന്നതാണ്. നോക്കട്ടെ. ഇത് നമുക്കത് മറിച്ചിടാം. നമ്മുടെ മീൻ ഒരു 1/4 ഭാഗം ഫ്രൈ ആയിരിക്കുകയാണ്. നമുക്കത് മതി. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങൾ പുറത്ത് ചെന്നിട്ട് കാണിച്ചു തരാം. നമുക്ക് പുറത്തോട്ട് പോകും. നമ്മുടെ മീൻ 1/4 ഭാഗം ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി ഇത് നമ്മളൊന്ന് പൊടിക്കുകയാണ്. അതായത് ഇതിൻ്റെ മുള്ള് മാറ്റുകയാണ്. ചൂടായത് കാരണം നമുക്ക് ഇതിലോട്ട് തൊടാനൊക്കെയില്ല. കഴി ഇങ്ങനെ നമുക്കങ്ങോട്ടൊന്ന് മാറ്റാം. മുള്ള് ഒഴിവാക്കുക. നമ്മൾ മീനിൻ്റെ മുള്ള് മുഴുവൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. ഇത് ഒന്നുകൂടെ ഒന്ന് പൊടിക്കണം. അല്പം ചൂട് കൂടുതലായതുകൊണ്ട് പൊടിക്കാനുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ അടുപ്പ് തീ കത്തിച്ചിട്ട് ചീനച്ചട്ടി വെക്കുകയാണ്. ചീനച്ചട്ടി വെക്കുമ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ ഇനി ഒന്ന് പറയാം. ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി. നമ്മൾ വെളുത്തുള്ളി അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്.
ആ കൂട്ടത്തിൽ മുളക് പൊടി, കുരുമുളക് നമ്മൾ ചതച്ചെടുത്തിരിക്കുന്നതാണ്. ഉപ്പ്, ഒരു തേങ്ങ നമ്മൾ ചിരകി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന് വേണ്ട സാധനങ്ങൾ. ചട്ടി ചൂടായിട്ടുണ്ട്, എണ്ണ ഇരിക്കുകയാണ്. ആദ്യം നമ്മൾ കടുക് പൊട്ടിക്കുകയാണ്. കടുകിടുക, ശകലം കരിയാപ്പില ഇടുന്നു. അടുത്തത് ഉള്ളി, ചെറിയ ഉള്ളിയാണ്. കാറ്റ് നമ്മൾ പുറത്ത് വെച്ച് പാചകം ചെയ്യുന്നതുകൊണ്ട് കാറ്റ് ഭയങ്കര ശല്യമാണ്. അതിൻ്റെ അല്പ കളറ് മാറി കഴിയുമ്പോൾ നമ്മൾ അടുത്തത് ചേർക്കും. അടുത്ത ഇഞ്ചിയാണ് ഇടുന്നത്. ഇഞ്ചി എന്ന് കളർ മാറി കഴിയുമ്പോൾ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, അതുകൂടി ഇടും. പച്ചമുളക് ഇടുക. ഇതൊന്ന് വഴന്ന് കഴിയുമ്പോഴാണ് നമ്മളടുത്ത് തേങ്ങ ചേർക്കുന്നത്. തേങ്ങ ഇടുക. അതൊന്ന് നല്ലപോലെ തേങ്ങയുടെ കളറ് മാറുന്നിടം വരെ അത് മൂപ്പിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് അത് മൂക്കണം. അതുവരെ അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് മീൻ പൊടിച്ചു വച്ചിരിക്കുന്നത് നമുക്കിതിലോട്ടിടാം. ഇളക്കി ഇത് നല്ലതുപോലെ മൂക്കുന്നിടം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഒത്തിരി തീയാകാൻ പാടില്ല, കുറച്ച് തീയാകാൻ പാടില്ല. ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. മതി. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം, കൂടിപ്പോയാൽ ഒരു രക്ഷയില്ല ഇതിന്. അതുകൊണ്ട് നമ്മൾ അല്പം കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. മുളക് പൊടി നമ്മൾ ചേർക്കാൻ പോവുകയാണ്. മുളക് പൊടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, അടുപ്പിലെ തീ കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ മുളക് പൊടി ഇടുന്നത് കരിഞ്ഞ് വിഷയമാകും. അപ്പോൾ മുളക് പൊടി ഇടുന്നത് അവനവന് ആവശ്യമുള്ളത്ര എരിവ് ചേർത്തോണം. ഒരു സ്പൂൺ ഇടാം, മതി. അപ്പോൾ മുളക് പൊടി നമ്മുടെ ആവശ്യത്തിനുള്ള മുളക് പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്ന കുരുമുളക് ചതച്ച് വെച്ചിരിക്കുന്നത്, അതേ കണ്ടോ. കുരുമുളക് തീരെ നൈസായിട്ട് പൊടിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം നമുക്ക് കുരുമുളക് പൊടിയുടെ ചേർക്കാം. മതി. കുരുമുളക് പൊടി നമ്മൾ എരിവ് അനുസരിച്ച്, എരിവ് എന്തുമാത്രം വേണം, കൂടുതൽ വേണോ കുറവ് വേണോ അതനുസരിച്ച് നമ്മൾ ചേർക്കുക. ഇപ്പം അത് ഞങ്ങളുടെ ഒരു കണക്കനുസരിച്ചാണ് ഈ ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇച്ചിരി കരിയാപ്പില ഇങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി റെഡിയായി നമുക്ക് കറി താത്ത് വെക്കാം. അതായത് മീൻ പൊടി നമുക്ക് താത്ത് വെക്കാം. അപ്പം നമ്മുടെ മീൻ പൊടിച്ചത് റെഡിയായിരിക്കുകയാണ്. നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് വാങ്ങി വെക്കാം. നമ്മുടെ മീൻ പൊടിയും കപ്പയും റെഡിയായിട്ടുണ്ട്, കണ്ടോ. ഇനി നമുക്ക് കപ്പയുടെ കൂടെ മീൻപൊടി കഴിക്കാം. നമ്മുടെ കൊച്ചുവാവ വന്നിട്ടുണ്ട്, ടേസ്റ്റ് നോക്കാൻ വന്നിരിക്കുന്നതാണ്. ഇന്ന് കൊച്ചുവാവ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയും. ടേസ്റ്റ് എന്ന് പറഞ്ഞു.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. കൊച്ചു ആ ടേസ്റ്റ് നോക്കിയിട്ട് അവൾ പറഞ്ഞതാണ്, എങ്കിലും നമുക്ക് ആദ്യം മീൻപൊടിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. മുള്ളൊന്നുമില്ല, മുള്ള് നമ്മളെ കംപ്ലീറ്റ് കളഞ്ഞതാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ മീൻമുട്ട ഫ്രൈ ചെയ്തെടുക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. മീൻമുട്ട ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ എല്ലാവർക്കും വരുന്നില്ല, ആ ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്ക് കപ്പയുടെ കൂട്ടത്തിൽ ഒന്ന് കഴിച്ച് നോക്കാം. ഇത്രയും കപ്പയൊന്ന് എടുത്ത് ലോലാമ്മയൊന്ന് നോക്കിക്കേ. കറി വെച്ച ലോലാമ്മയല്ലേ, നോക്കിക്കേ. കണ്ടോ, മീൻ പൊടിക്കകത്ത് ഇത്രയും നമ്മളങ്ങോട്ട് മുക്കി. അടിപൊളി. ചായ എങ്ങനെയുണ്ട്? നമ്മളെ മീൻ കറി വെച്ചാൽ എല്ലാവരും ഇഷ്ടപ്പെടത്തില്ല, അല്ലെ മീൻ മപ്പാസ് വെച്ചാൽ ഈ കുറുവ ഇഷ്ടപ്പെടത്തില്ല, വറുത്താൽ ഇഷ്ടപ്പെടത്തില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവരും ഇഷ്ടപ്പെടും. ഇതിപ്പം നല്ലൊരു സൂപ്പർ മീൻപൊടിയാണ്, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുകയും ചെയ്യണം. ഓക്കെ, ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നമ്മൾ ഈ കപ്പ ഇങ്ങനെ തിന്നാതിരുന്നാൽ ഇത് തീരുമോ?